ഇന്ന് നിഫ്റ്റി ഇടിവിന് എന്താണ് പ്രധാന കാരണം? ബാങ്കിംഗ് സെക്ടറിലെയും IT മേഖലയിലും ഷെയർ വാല്യൂ കുറഞ്ഞതാണ് ഇതിന് പ്രധാനമായിട്ടുള്ള റീസൺ. 17-ാം തീയതിയിൽ നിഫ്റ്റി പ്രധാനമായും ടെക് മഹീന്ദ്ര, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഇൻഫോസിസ്, SIB ലൈഫ് ഇൻഷുറൻസ്, വിപ്രോ തുടങ്ങിയ കമ്പനികളുടെ ഷെയർസ് കുറഞ്ഞതാണ് ഇതിനിടയാക്കിയത്. IT ആൻഡ് ബാങ്കിംഗ് മേഖലകളിലാണ് കൂടുതലായിട്ടും ഇടിവ് വന്നിട്ടുള്ളത്. IT, PSU, ബാങ്ക് സെക്ടറുകളിൽ 0.5 to 1% വരെയാണ് ഇടിവുണ്ടായത്. വിപണിയിൽ മൊത്തത്തിൽ നിരീക്ഷിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു, അതും ഇതിനൊരു റീസൺ ആണ്. യൂറോപ്യൻ മാർക്കറ്റ് ഡൗൺ ആയതും പ്രത്യേകിച്ച് ഡൗ ജോൺസ്, നാസ്ഡാക്ക്, ഡാക്സ് തുടങ്ങിയ പല പ്രധാന അന്താരാഷ്ട്ര സൂചികകളും താഴേക്ക് നീങ്ങിയതും ഇതിനൊരു കാരണമായിട്ടുണ്ട്. പ്രധാനമായി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇടിയാൻ IT ആൻഡ് ബാങ്കിംഗ് രംഗത്തെ സംബന്ധിച്ചുള്ള നഷ്ടമാണ് പ്രധാനമായിട്ടും, അതിന്റെ ഇടിവാണ് കാരണമായിട്ടുള്ളത്. കൂടാതെ വിപണിയിലെ പ്രോഫിറ്റ് ബുക്കിംഗ് കൂടിയതും. മാർക്കറ്റ് ഇടിഞ്ഞെങ്കിലും മിഡ് ക്യാപ് ഓഹരികളിൽ പലതും സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയി കാണുക. നല്ല സ്റ്റോക്കുകൾ വാങ്ങിയിടാൻ പറ്റിയൊരു നല്ല സമയം കൂടിയാണ് ഇപ്പോൾ.